സൈബർ തട്ടിപ്പിലൂടെ സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്ന് പണം തട്ടാൻ ശ്രമം. CBI ഉദ്യോഗസ്ഥർ ചമഞ്ഞായിരുന്നു തട്ടിപ്പ്. വെർച്വൽ അറസ്റ്റിലാക്കിയിരിക്കുകയാണ് എന്നായിരുന്നു ഭീഷണി. 1,70,000 രൂപയാണ് ജെറി അമൽദേവിൽ നിന്ന് ആവശ്യപ്പെട്ടത്. ഈ പണം ട്രാൻസ്ഫർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടത് ഫെഡറൽ ബാങ്കിൽ നിന്ന്. തട്ടിപ്പ് സംഘം കടുത്ത മാനസിക സംഘർഷത്തിലാക്കിയെന്നും പണമടയ്ക്കാൻ ബാങ്കിലെത്തിയപ്പോഴാണ് ചതി തിരിച്ചറിഞ്ഞതെന്നും ജെറി അമൽദേവ് ന്യൂസ് 18നോട് പറഞ്ഞു. CBI രജിസ്റ്റർ ചെയ്ത സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്നും പണം തട്ടാൻ ശ്രമമുണ്ടായത്. CBI, സുപ്രീം കോടതി എന്നിവയുടെ മുദ്ര പതിപ്പിച്ച രേഖകൾ ആദ്യം അയച്ചു നൽകി. പിന്നാലെ കേസിൽ പ്രതിയാക്കാതിരിക്കാൻ 1,70,000 രൂപ ആവശ്യപ്പെട്ടു എന്ന് ജെറി അമൽദേവ് ന്യൂസ് 18നോട് പറഞ്ഞു. ഒരാൾ എന്നെ വിളിച്ചു. ഒരു ഇൻസ്പെക്ടറാണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ CBI ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിക്കുകയാണ്. ഒരു കളവ് നടന്നിട്ടുണ്ട്, താങ്കൾക്ക് 2.5 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. അത് നരേഷ് ഗോയൽ എന്ന് പറയുന്ന ജെറ്റ് എയർവേസിന്റെ ഉടമസ്ഥൻ ചെയ്യുന്ന ഒരു കള്ളക്കളിയുടെ ഭാഗമായിട്ട് താങ്കൾ ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അതിന് തെളിവുണ്ട്. താങ്കളുടെ ATM കാർഡിന്റെ നമ്പറൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ്. ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾ ആരോടൊന്നും പറയാൻ പാടില്ല. ഞങ്ങൾ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം. ബാങ്കിൽ പോയിട്ട് ഇത്രയും രൂപ ഇങ്ങോട്ട് അയക്കണം. ഒരു RTG നമ്പർ എന്തുകൊണ്ട് ആ നമ്പർ കിട്ടിയാൽ ഞാൻ നിങ്ങൾ ഇതിൽ നിന്ന് ഊരാം. ഇതിൽ നിന്ന് ആരോടെങ്കിലും ഇതിനെപ്പറ്റി സംസാരിച്ചാൽ 3 കൊല്ലം ജയിലിൽ പോയേണ്ടി വരും. ഞങ്ങൾ ഒന്ന് അറസ്റ്റ് ചെയ്യും. ഇത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ആരോടും സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. വെർച്വൽ അറസ്റ്റിന്റെ പേരിൽ ഒരാഴ്ചയോളം താൻ മാനസിക സമ്മർദ്ദം നേരിട്ടു. ഒടുവിൽ പണം നൽകാൻ തീരുമാനിച്ചു. പിന്നീട് ഫെഡറൽ ബാങ്ക് ശാഖയിലെത്തി പണം പിൻവലിക്കുന്ന സമയത്ത് ബാങ്ക് മാനേജറാണ് തട്ടിപ്പ് മനസ്സിലാക്കിയത്. പിന്നാലെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായമായ ആളുകളെയാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് യാക്കോബായ സഭയുടെ മെത്രാപ്പൊലീത്ത ഗീവർഗീസ് മാർ കൂർലോസിൽ നിന്നും സൈബർ തട്ടിപ്പ് സംഘം സമാനമായ രീതിയിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്തിരുന്നു. ന്യൂസ് 18 കൊച്ചി. ജെറി അമൽദേവിനെ ഈ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സഹായിച്ചത് ഫെഡറൽ ബാങ്കിന്റെ മാനേജറായ സജിന മോളാണ്. സജിന മോൾക്ക് ചില സംശയങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. വെർച്വൽ അറസ്റ്റിലാക്കിയിരിക്കുകയാണ് ജെറി അമൽദേവിനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് CBI ഉദ്യോഗസ്ഥർ ചമഞ്ഞ് തട്ടിപ്പുകാർ ഓൺലൈനായിട്ട് വന്നത്. 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ഫെഡറൽ ബാങ്ക് മാനേജർ പറയുന്നത്. ഈ പണം ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കാൻ ജെറി അമൽദേവ് ഓൺലൈനിലൂടെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെ സംശയമുണ്ടായി ഫെഡറൽ ബാങ്കിന്റെ മാനേജർക്ക്. അങ്ങനെ ആ സംശയമാണ് പിന്നീട് ഇത് തട്ടിപ്പ് സംഘമാണ് എന്ന് മനസ്സിലാക്കാൻ സഹായിച്ചതും. ഫെഡറൽ ബാങ്ക് മാനേജർ സജിന മോളുടെ പ്രതികരണത്തിലേക്ക്. കഴിഞ്ഞ ദിവസം സാറ് ബ്രാഞ്ചിലോട്ട് കയറി വന്നു. ക്യാബിനിലോട്ട് ഡയറക്റ്റ് കയറി വന്നിട്ട് സാറിന് ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് വെച്ചാൽ ഭയങ്കര പാനിക്കായിട്ടാണ് പുള്ളി കയറി വന്നത്. അപ്പോഴേ നമുക്ക് ഒരു ഡൗട്ട് അടിച്ചു, എന്ത് പറ്റി സാറ് നോർമലി ഉള്ള ഒരു മാനേഴ്സ് അല്ല കാണിച്ചത്. അപ്പോൾ പെട്ടെന്ന് ചെയ്യണം. ഞാനപ്പോൾ ചോദിച്ചത് എന്താണ് പേർപ്പസ്, എന്തായിരുന്നു സാറ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എന്താ പേർപ്പസ് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇങ്ങനെ ഒരു ഹോം റിലേറ്റഡ് ട്രാൻസാക്ഷൻ ആണ്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സാർ അക്കൗണ്ട് ഡീറ്റെയിൽസ് തരൂ, ഞങ്ങൾ ചെക്കും സ്ലിപ്പും വെച്ചിട്ട് ഞങ്ങൾ എഴുതി റെഡിയാക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് ഡീറ്റെയിൽസ് കണ്ടപ്പോഴാണ് നമുക്ക് വീണ്ടും രണ്ടാമത്തെ ഒരു ട്രിഗർ വന്നത്. എന്ന് വെച്ചാൽ ഒരു ജനതാ സേവ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടാണ്. അത് വേറെ ബാങ്കിന്റെ അക്കൗണ്ടാണ്. അത് മുക്തിയാർ നഗർ ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ബോംബെ ബേസ്ഡ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു സാറിന് എന്തെങ്കിലും ഇവരുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ഉണ്ടായിട്ടാണോ അവർക്ക് ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാർ ഒന്നും മിണ്ടുന്നില്ല, സാർ എല്ലാം ആക്ഷനിലൂടെയാണ് പറയുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി സാർ വേറൊരു കോളിലാണ്, ഇയർഫോണിൽ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടാണ് സാർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ബട്ട് അപ്പോഴും അപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചു, ഇത് തന്നെ ആവാനാ സാധ്യത. അങ്ങനെ അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഡയറക്റ്റ് ഞാൻ പറയുന്ന പോലെ അല്ല സംസാരിച്ചത്. ഞാൻ പറഞ്ഞു സാർ ഒന്ന് കോൾ കട്ട് ചെയ്യാമോ, നമുക്ക് ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ട്, അന്ന് കോൾ കട്ട് ചെയ്യാമെന്ന് നോക്കുമ്പോഴത്തേക്ക് സാർ പറഞ്ഞു കോൾ കട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് അവിടെ നിന്ന് തന്നെ പറയുന്നുണ്ട് ബാങ്ക് ഓഫീഷ്യൽസിനോട് സംസാരിക്കരുത്, UTR നമ്പർ കിട്ടി എന്നിട്ട് ബ്രാഞ്ചിൽ നിന്ന് പോന്നോളൂ എന്നുള്ള രീതിയിലൊക്കെയാണ് അവരവിടെ നിന്ന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ.
അപ്പോൾ സാറിന് ഞാൻ ജസ്റ്റ് ഒരു പേപ്പറും പേനും എടുത്തിട്ട് എഴുതി കാണിച്ചു, സാറേ ഫ്രോഡിലും ട്രാൻസാക്ഷൻസ് ഒരുപാട് നടക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇത്രയും ഇതായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ സാർ പറഞ്ഞു വേണ്ട, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തോളൂ, അതിപ്പോൾ എൻ്റെ ഫണ്ടല്ലേ, നിങ്ങൾ ചെയ്തു തന്നാൽ മതി. ഞാൻ പറഞ്ഞു സാറേ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ റെഫ്യൂസ് ചെയ്യുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള കാരണങ്ങൾ നമുക്കത് ബോധ്യപ്പെട്ടു, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തതെന്ന് പറഞ്ഞു. ഉടനെ തന്നെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ SI ആണ്, അനൂപ് സാറ്, പുള്ളിനെ വിളിച്ചു. പുള്ളി അപ്പോൾ തന്നെ പറഞ്ഞു ഇത് അത് തന്നെ ആയിരിക്കും കേസ്, സെയിം മോഡസ് ഓപ്പറാൻഡി ആണ്, നമ്മൾ പറയുന്ന അനുസരിച്ചിട്ട് അതേ കാറ്റഗറിയിൽ വരുന്നതാണ്. പുള്ളി സംസാരിച്ചു സാറിൻ്റെ സംസാരിച്ചിട്ട് പറഞ്ഞു, അപ്പോഴാണ് കുറച്ചും കൂടി ഡിസ്ക്ലോഷർ വരുന്നത്, പോലീസിൽ നിന്നാന്ന് പറഞ്ഞപ്പോഴാണ് ഡിസ്ക്ലോഷർ വന്നിട്ട് പുള്ളി പറയുന്നത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു, അനൂപ് സാറ് പറഞ്ഞു ഓൾറെഡി നമുക്ക് വാറണ്ട് ഇല്ലാതെ നമുക്ക് ആരെയും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ രണ്ടുപേരും അത് നമ്മൾ ബോധവൽക്കരിച്ചിട്ടാണ് സാർ അതിൽ നിന്ന് മാറി അതെല്ലാം ക്യാൻസൽ ചെയ്തു, ചെക്സ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് പറഞ്ഞു ചെയ്യണ്ട, ട്രാൻസാക്ഷൻ ചെയ്യണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇപ്പോഴും ഫോൺ ശരിക്കും പറഞ്ഞാൽ ഹാക്ഡ് ആണ്, ഫോൺ കംപ്ലീറ്റ്ലി ഹാക്ക് ആയിട്ടാണ് അവർ സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കൊരു ആ ഫോൺ കട്ട് പോലും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം, ഫോൺ ഓഫ് ചെയ്യാൻ പറ്റില്ല, കട്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ രീതിയിൽ ആ കംപ്ലീറ്റ് ആ ഫോണിൽ എന്തൊക്കെ നടക്കുന്നത് അതെല്ലാം അവർക്ക് എടുക്കാം. എനിക്ക് തോന്നുന്നു എനി ഡെസ്ക് ആപ്പോ അങ്ങനെ എന്തോ ഇതുവഴിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് നടക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫെഡറൽ ബാങ്ക് അതിനുള്ള ട്രെയിനിങ് തന്നിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വെളിച്ചത്തിലാണ് നമുക്കിത് ചെയ്യാൻ പറ്റിയതും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയതും ഒക്കെ ബാങ്കിന്റെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഈ ഫേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാരെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുന്ന അത് നിങ്ങൾക്ക് പ്രത്യേകം ട്രെയിനിങ് ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് ഓൾറെഡി വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ അതിനുള്ള ഒഫീഷ്യൽസ് വന്ന് ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. കാരണം സംവാട്ട് സിമിലർ ആണ്, എല്ലാ കാര്യങ്ങളുടെയും റൂട്ട് നമ്മൾ തിരക്കി ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല മോഡസ് ഓപ്പറാൻഡി എല്ലാം സെയിം തന്നെ, ജസ്റ്റ് ആ റീസൺസ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ജെറി സാറിന്റെ ഒരു ടെൻഷനൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഭയങ്കര പാനിക്കായിട്ടാണ് കയറി വരുന്നത്. നമ്മൾ നോർമൽ എത്ര രൂപ ഇടാനായിരുന്നു അവർ പറഞ്ഞത്? അത് ആക്ച്വലി സാറിന്റെ അക്കൗണ്ടിലുള്ള ബാലൻസ് തന്നെയാണ് അവർ ചോദിക്കുന്നത്, അതനുസരിച്ച് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ബട്ട് 2.7 lakhs ആയിരുന്നു ഇപ്പോഴത്തെ ട്രാൻസാക്ഷൻ. അപ്പോൾ ഉടൻ തന്നെ പോലീസിനെ വിളിച്ച് ആ ഒരു എനിക്ക് തോന്നുന്നു ആ ഒരു ഇടപെടലാണ് അത്ര വലിയൊരു നഷ്ടത്തിൽ നിന്ന് സാറിനെ രക്ഷിച്ചത്. തീർച്ചയായും. എന്തായാലും വളരെ അഭിനന്ദനാർഹമാണ് ഈ ഒരു പ്രവൃത്തി. ഇതുപോലെ ഇനിയും ആളുകൾ എനിക്ക് തോന്നുന്നു പലരും ഇപ്പൊ ഇതൊന്നും അറിയാണ്ട് പൈസ ഇടുന്നവരുണ്ട്. ഈ ന്യൂസ് എയറിലും ആയപ്പോഴത്തേക്ക് കുറെ കസ്റ്റമേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം എനിക്കും സിമിലർ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നമ്മളത് പുറത്ത് പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ ഇപ്പൊ കുറെ ഫോൺ കോൾസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു മെസ്സേജാണ് എല്ലാവരോടും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് തന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഓഫ്ലൈനിലാണെങ്കിലും ഇപ്പൊ ഓഫ്ലൈനിൽ വന്നിട്ട് ബ്രാഞ്ചിൽ വന്നിട്ട് ചെയ്തു, പക്ഷെ ഇതുപോലെ ഡിജിറ്റലില് ചെയ്യുന്ന ആൾക്കാർ എത്രയോ പേരുണ്ട്, ലിങ്ക് വെച്ചിട്ട് ചെയ്യുന്ന ആൾക്കാർ എത്രയോ പേരുണ്ട്. അതൊക്കെ നമ്മൾ എങ്ങും രജിസ്റ്റർ പോലും ചെയ്യുന്നില്ല, എത്ര എമൗണ്ട് ആണെന്ന് പോലും നമുക്കറിയാം, ഹ്യൂജ് അമൗണ്ട്സ് ഓഫ് മണിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അലേർട്ട് ആയിരിക്കുക, എന്തുണ്ടെങ്കിലും നമ്മളെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒന്നും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് അവർ, അങ്ങനെയാണ് നമ്മൾ ആ ഒരു ട്രാപ്പിലാക്കുന്നത്. അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് മാത്രം ഫണ്ട് ട്രാൻസ്ഫേഴ്സ് ഇനീഷ്യേറ്റ് ചെയ്യാന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഫെഡറൽ ബാങ്ക് മാനേജർ സജിന മോളുടെ സമയോചിതമായ ഇടപെടലിലൂടെയാണ് ഒരു സൈബർ തട്ടിപ്പിൽ നിന്ന് സംഗീത സംവിധായകൻ ജെറി അമൽദേവ് രക്ഷപ്പെട്ടത്. 2,70,000 രൂപ ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ സൈബർ തട്ടിപ്പുകാർ ഓൺലൈനിലൂടെ സംസാരിച്ചത്. വിർച്വൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നുവെന്ന സമീപകാലത്തെ ഏറ്റവും പുതിയ സൈബർ തട്ടിപ്പ് രീതിയാണിരുന്നു ജെറി അമൽദേവിനെതിരെയും അവർ നടത്തിയത്. അത് പരാജയപ്പെട്ടത് ഫെഡറൽ ബാങ്ക് മാനേജറുടെ ഇടപെടൽ കാരണമാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഈ പണം ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തേനെ, അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്തു.